അവസാന ദിവസങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതുവരെയുള്ള ഒരു പ്രചരണം കഴിയുമ്പോൾ എത്രമാത്രമാണ് ആത്മവിശ്വാസം? വളരെ ആത്മവിശ്വാസമാണ്. തുടങ്ങിയ സമയത്ത് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ വേണ്ടി മാന്യമായ ഒരു വോട്ട് പിടിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നോമിനേഷൻ കൊടുത്തപ്പോൾ ഉള്ള ഒരു ലക്ഷ്യം. പക്ഷെ ഇന്ന് അതല്ല, വിജയിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള നമ്മുടെ മേഖലകളിലും മീൻസ് നാട്ടുപ്രദേശങ്ങളിലും സിറ്റി മേഖലകളിലും ഒരുപോലെ സ്വീകാര്യതയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിക്കാൻ കഴിയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങളോട് പറഞ്ഞത്? ഏത് തരത്തിലുള്ള ഒരു പ്രചരണമായിരുന്നു? വികസനം സംബന്ധിച്ചാണോ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളാണോ? എന്തായിരുന്നു പ്രചരണത്തിന്റെ? അല്ല, അവരോട് പറയാൻ എനിക്ക് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ 15 വർഷക്കാലമായി ശശി തരൂർ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി. ഞാൻ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ അത് പാലിക്കപ്പെടുവാനുള്ള കാര്യങ്ങൾ ഞാൻ മുൻകൈ എടുക്കുമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പുതിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, 3 പേരും ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം, ഈ 3 പേരും തദ്ദേശീയരല്ല എന്നുള്ളതാണ് ഞാൻ ഉയർത്തിക്കാണിക്കുന്ന ഒന്നാമത്തെ വിഷയം. തിരുവനന്തപുരത്തിന്റെ സ്പന്ദനം അറിയുന്ന, തിരുവനന്തപുരത്തിന്റെ എല്ലാ മേഖലകളും അറിയുന്ന തിരുവനന്തപുരത്തുകാരനായ എനിക്ക് തദ്ദേശീയനായ പരിഗണന നൽകണമെന്ന് മാത്രമാണ് ഞാൻ. അല്ല, പ്രധാന എതിരാളി BJP എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ 15 വർഷക്കാലമായി ശശി തരൂർ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഒരുപാട് അകലെയാണ്. ആ സാഹചര്യത്തിൽ ഒരു BJPയുടെ കടന്നുകയറ്റം വളരെ അധികമായി വന്നിട്ടുണ്ട്. അപ്പോൾ മതേതര മൂല്യങ്ങൾ ഉയർത്തി കാണിക്കണമെങ്കിൽ എനിക്ക് വോട്ട് നൽകണമെന്നുള്ളതാണ് ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. സഭയുടെ എന്നല്ല, ഞാനൊരു ക്രിസ്ത്യൻ സമുദായത്തിന്റെ നാടാർ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ നാടാർ മേഖലകളിലും ക്രിസ്ത്യൻ മേഖലകളിലും എനിക്ക് ഒരുപോലെ പിന്തുണ ഉണ്ട്. അത് മാത്രമല്ല, ജാതി മത സംഘടനകൾ വ്യത്യാസമില്ലാതെ ചെറുപ്പക്കാരെന്നോ പ്രായമോ ഒന്നും നോക്കാതെ തന്നെ എല്ലാ മേഖലകളിൽ നിന്നും എനിക്ക് വലിയ രീതിയിലുള്ള പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം 15 വർഷമാണ് ഇവിടെ MPയായി തുടർന്നത്. ഏതെങ്കിലും തരത്തിൽ നീതി പുലർത്തിയെന്ന് കരുതുന്നുണ്ടോ? അല്ല, അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നമുക്കൊന്ന് കണ്ടുകിട്ടാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അദ്ദേഹത്തിന്റെ PAയുടെ ഫോണിൽ വിളിച്ചാലോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ നമ്പറിൽ വിളിച്ചാലോ കോൾ യു ലേറ്റർ എന്നൊരു മെസ്സേജ് അല്ലാണ്ട് നമുക്ക് അദ്ദേഹവുമായി ഇന്ററാക്ട് ചെയ്യാൻ പോലും ഒരു സാഹചര്യമില്ല. അതെ, പ്രവീൺ ചേട്ടനും ഞാനും പേഴ്സണലി നല്ല ബന്ധമാണ്. പക്ഷെ അദ്ദേഹത്തെ ഒരു ആവശ്യത്തിന് കോൾ ചെയ്താൽ കോൾ യു ലേറ്റർ എന്ന് പറഞ്ഞ മെസ്സേജ് മാത്രമാണ് വരുന്നത്. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ വിവിധ മേഖലകളിൽ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന എനിക്ക് പോലും അതാണ് അവസ്ഥയെങ്കിൽ സാധാരണ ഒരു വോട്ടർക്ക്, ഒരു അദ്ദേഹത്തിന്റെ ഒരു വോട്ടർക്ക് എത്രത്തോളം വിദൂരമാണ് അദ്ദേഹത്തെ ഒന്ന് കിട്ടുവാൻ എന്നുള്ളത് നമുക്ക് ഊഹിക്കാമോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് സാധിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്നവർ അങ്ങനെ ഗൈഡ് ചെയ്തിട്ടാണോ അതോ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും ജനങ്ങളോട് നീതി പുലർത്താൻ അയാൾ 100% പരാജയപ്പെട്ടു പോയി എന്ന് തന്നെയാണ് പറയുന്നത്. പാറശാല, നെയ്യാറ്റിൻകര, കോവളം മണ്ഡലങ്ങൾ അത് എല്ലാ കാലത്തും ശശിതരൂരിന് വലിയ പിന്തുണ നൽകിയിട്ടുള്ളതാണ്. ഷൈനിന്റെ വരവോടുകൂടി അതിൽ ആ കെമിസ്ട്രിയിൽ എന്തെങ്കിലും മാറ്റം? അല്ല, യഥാർത്ഥത്തിൽ എന്റെ വരവല്ല, എന്റെ വരവിന് മുന്നോടി തന്നെ ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇത്തവണ, കാരണം അവരൊരു മതേതര മൂല്യങ്ങൾ അല്ലെങ്കിൽ ശശി തരൂരിന് കോൺഗ്രസ് അനുഭവം പുലർത്തുന്ന ആൾക്കാരാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര, പാറശാല, കോവളം മേഖലകളിലുള്ളത്. അവരുടെ എല്ലാം ഒരു തീരുമാനം ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇത്തവണ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതായിരുന്നു. അത് മറിച്ച് ഇപ്പോ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഒരാളുണ്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ വോട്ടെല്ലാം കോൺഗ്രസിന്റെ ഒരു വലിയൊരു വിഭാഗം വോട്ട്, ശശി തരൂരിന് കഴിഞ്ഞ കാലങ്ങളിൽ തുണച്ചുകൊണ്ടിരുന്ന വലിയൊരു വിഭാഗം വോട്ട് എനിക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പൂർണ്ണ വിശ്വാസം. അല്ല, സഭയുടെ ഇപ്പോൾ ധർമ്മകാര റസാലൻ തിരുമേനിയുടെ ഭാര്യയുടെ നോമിനേഷൻ തള്ളിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. മാനസികമായ എല്ലാ പിന്തുണയും എനിക്ക് അദ്ദേഹം അറിയിച്ചാണ്. അദ്ദേഹത്തെ മാത്രമല്ല, CSI സഭയുടെ ആയിരുന്നാലും ലാറ്റിന്റെ ആയിരുന്നാലും ഹിന്ദുമത വിശ്വാസം എല്ലാവരും, നമ്മുടെ SNDP നേതാക്കന്മാർ എല്ലാവരെയും കണ്ടിരുന്നു. എല്ലാവരുടെയും ഒരു പിന്തുണ എനിക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ,